everyone, welcome back to RevLimits. So, ഇന്ന് നമ്മൾ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലിലെ സെക്കൻഡ് എപ്പിസോഡാണ്. സോ ലാസ്റ്റ് എപ്പിസോഡ് മിസ് ഔട്ട് ആയിട്ടുള്ളവർ അത് ചെക്ക് ഔട്ട് ചെയ്യുക. സോ അതേപോലെ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മിസ് ഔട്ട് ആക്കിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട്. സോ മിസ്സായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സീറ്റ്സിനും യൂഷ്വലി നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആൾക്കാരുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ വേണം സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ റീച്ചും ഫ്രണ്ട് ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്സിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ നമുക്ക് സ്റ്റിയറിങ്ങിനും അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറ്റും. അതായത് നമുക്ക് ടെലസ്കോപ്പിക് ആൻഡ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരും. പക്ഷേ ഈ ഒരു വെഹിക്കിളിന് ടിൽറ്റ് മാത്രമേ ഉള്ളൂ, ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല. അന്നേരം നമ്മുടെ വിസിബിലിറ്റി ഡയറക്റ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മുടെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. സോ നമ്മൾ കാറിൻ്റെ ഡാഷ്ബോർഡിലുള്ള ഡയൽസിനെ പറ്റി പറയുമ്പോൾ മെയിനായിട്ട് 2 ഡയൽസ് ആണുള്ളത്. ലെഫ്റ്റിൽ കാണുന്നതാണ് ടാക്കോമീറ്റർ. ഇത് എഞ്ചിൻ സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്നത്, എത്ര റെവല്യൂഷൻസ് പെർ മിനിറ്റിലാണ് നമ്മൾ എഞ്ചിൻ റൺ ചെയ്യുന്നത് എന്നുള്ളതും. റൈറ്റ് സൈഡിലുള്ള സ്പീഡോമീറ്റർ ആണ്, നമ്മൾ എത്രത്തോളം സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നീടുള്ള 2 ഗേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്യൂൽ ഗേജ് ആണ്, നമ്മൾ എത്രത്തോളം ഫ്യൂൽ ഫില്ല് ചെയ്തിട്ടുണ്ട്, റിസർവ് ആണോ എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഈ ഗേജിലും. പിന്നെ ഇടത്ത് സൈഡിലായിട്ട് നമ്മുടെ എഞ്ചിൻ ടെമ്പറേച്ചർ വാർണിംഗ് അല്ലെങ്കിൽ എഞ്ചിൻ ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഗേജ് ഉണ്ട്. ഓക്കെ, സെൻട്രലായിട്ടുള്ള ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഉണ്ട്. ഇതിനകത്താണ് നമ്മുടെ ഓഡോമീറ്റർ, ആവറേജ് ഫ്യൂവൽ, ട്രിപ്പൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. സോ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഇപ്പോൾ ചുമപ്പ്, മഞ്ഞ കളറിലുള്ള പല തരത്തിലുള്ള വാർണിങ്സ് കാണാൻ പറ്റും. സോ ഈ വാർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറും നമ്മളുമായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈവറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. സോ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്തെങ്കിലും വാർണിങ്സ് ഉണ്ടോ, എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് കാണിച്ചു തരുന്നതാണ്. സോ ഇതിനകത്ത് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കത്തി കിടക്കുന്നതിൽ അറ്റ്മോസ്റ്റ് പ്രയറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം പ്രയോറിറ്റി കാര്യങ്ങളും, ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളേഴ്സൊക്കെയാണ്. ബ്ലൂ വരുന്നത് ഇൻഡിക്കേറ്റർ, നമ്മൾ ഹൈ ബീം കാര്യങ്ങളിലൊക്കെയാണ്. സോ അതൊക്കെ അത്യാവശ്യം ഒരു ലെസ് പ്രയോറിറ്റി സാധനങ്ങളിലൊക്കെ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീന് വരും. മഞ്ഞ ഒരു മീഡിയം പ്രയോറിറ്റി, റെഡ് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന സാധനങ്ങളാണ്. സോ നമ്മളിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരു ലൈറ്റ് കാണും. ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ ക്ലച്ച് ഇൻ്റർലോക്ക് സിസ്റ്റത്തിൻ്റെയാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുഷ് ബട്ടൺ ഞെക്കുകയാണ്. സോ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരുവിധം വാർണിംഗ് ലൈറ്റ്സ് എല്ലാം ഓഫ് ആവണമെന്നാണ്. സോ എന്നിട്ട് ഇതിനകത്ത് ഇപ്പം 2 യെല്ലോ വാർണിംഗ്, 2 റെഡ് വാർണിംഗും കിടപ്പുണ്ട്. 2 യെല്ലോ വാർണിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ കിടപ്പുണ്ട്, പിന്നെ നമ്മൾ ഫ്യൂവൽ റിസർവിലായതിൻ്റെ ഉണ്ട്, പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ, ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കുന്നതിൻ്റെയാണ്. സോ ഇപ്പം സീറ്റ് ബെൽറ്റും ഹാൻഡ് ബ്രേക്കും താക്കുവാണെങ്കിൽ ആ വാർണിംഗ് ഓഫ് ആവും. സോ നമ്മൾ വാഹനം എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു രീതിയിൽ ക്ലസ്റ്ററിലുള്ള ഏതെങ്കിലും വാർണിംഗ് ലൈറ്റ് കത്തിക്കിടപ്പുണ്ടോ എന്നുള്ളത് എൻഷ്യൂർ ചെയ്യണം. സോ നമ്മുടെ ഡാഷ്ബോർഡിൽ ഈ വാർണിംഗ് ലൈറ്റ്സ് കത്താനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ECU ഉണ്ട്, അത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും. എന്നിട്ട് ഈ ECU ആണ് നമ്മുടെ കാറിൻ്റെ ABS, എയർ ബാഗ്, നമ്മുടെ എത്രത്തോളം ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യണം, ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വരുമ്പോഴത്തേക്കും എത്രത്തോളം ഫ്യൂവൽ ഇതിലോട്ട് എഞ്ചിനിലോട്ട് പമ്പ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഈ ECU ആണ്. സോ ഈ ECU റിലേറ്റഡ് ആയിട്ട് ഒരു ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ഉണ്ട്, അതായത് OBD എന്ന് പറയും. സോ ഈ OBD പലയിടത്തും നമ്മുടെ വെഹിക്കിളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പല സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. സോ ഈ സെൻസേഴ്സിൽ അതിന് പ്രവർത്തിക്കേണ്ട ഒരു അറ്റ്മോസ്റ്റ് കണ്ടീഷൻ കാണും. സോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വേരിയേഷൻ വരുമ്പോഴത്തേക്ക് ഈ സെൻസേഴ്സ് ആക്ടിവേറ്റ് ആവുകയും നമുക്ക് ഡാഷ്ബോർഡിൽ ഇതുപോലുള്ള വാർണിങ്സ് കിട്ടുകയും ചെയ്യും. സോ അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ വാഹനം മുമ്പോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുകയും അതേപോലെ സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഓടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പഠിക്കേണ്ടത്. കാരണം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നീട് പാടായിരിക്കും ഓടിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? മെയിനായിട്ടും ഇതിൻ്റെ അകത്ത് ക്ലച്ചും ബ്രേക്ക്, ആക്സിലറേറ്റർ, ഇങ്ങനെ 3 പെഡൽസ് ആണ് വരുന്നത്. സോ നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലച്ച് പ്രസ് ചെയ്യുക, പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അത് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട പ്രഷറൊക്കെ ഗ്രാജുവലി മനസ്സിലാകത്തുള്ളൂ. സോ നിങ്ങളിപ്പം പലപ്പോഴായിട്ട് വണ്ടി ഓടിച്ച് എത്രത്തോളം ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അന്നേരത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മളൊരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ന്യൂട്രൽ ആണെന്ന് എൻഷ്യൂർ ചെയ്യുക. ഓൾസോ നമുക്ക് ഇതിനകത്ത് ക്ലച്ച് പ്രസ് ചെയ്യുക, ബ്രേക്ക് പ്രസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഞെക്കുക. സോ നമ്മളിപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു RPM ഒരു 800-900 നിന്ന് വന്ന് നിൽക്കുന്ന കാണാൻ പറ്റും. ഓൾസോ നമുക്ക് ഉടനെ ക്ലച്ചും ബ്രേക്കും റിലീസ് ചെയ്യരുത്. ഒന്നുകൂടെ വണ്ടി സ്റ്റാർട്ടായതിനു ശേഷം ഒന്നുകൂടെ ന്യൂട്രൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക.
ദെൻ ഗ്രാജുവലി ക്ലച്ച് റിലീസ് ചെയ്യുക, ദെൻ ബ്രേക്ക് റിലീസ് ചെയ്യുക. സോ ഈ ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ മാത്രമേ ബ്രേക്ക് റിലീസ് ചെയ്യാവൂ, അല്ലാത്ത പക്ഷേ നമുക്ക് ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആയിരിക്കണം. ഹാൻഡ് ബ്രേക്കിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് വീൽസിൻ്റെ ലോക്കാണ് ഹാൻഡ് ബ്രേക്ക് വെച്ച് വരുന്നത്. അത് ബാക്ക് വീലിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ബ്രേക്ക് വിടുവാണെങ്കിൽ നമ്മുടെ വെഹിക്കിൾ എവിടെയും ഉരുണ്ടു പോകത്തില്ല, നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിരിക്കും. സോ നമുക്ക് ഒന്നുകൂടെ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ക്ലച്ച് പ്രസ് ചെയ്യുക, ബ്രേക്ക് പ്രസ് ചെയ്യുക, ന്യൂട്രലാണെന്ന് ഇൻഷ്യൂർ ചെയ്യുക, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യിക്കുക. സോ വെഹിക്കിൾ ഓൺ ആയ ശേഷം ഒന്നുകൂടെ ന്യൂട്രൽ ചെക്ക് ചെയ്യുക, ഗ്രാജുവലി ക്ലച്ച് റിലീസ് ചെയ്യുക, ദെൻ ബ്രേക്ക് റിലീസ് ചെയ്യുക. സോ ഇതിൻ്റെ ഒരു ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ കാണിച്ചേക്കുന്ന പോലെ ലെഫ്റ്റ് പോയിട്ട് മേളിലോട്ട് പോകുമ്പോഴാണ് ഫസ്റ്റ്, അവിടുന്ന് നേരെ സെക്കൻഡ്, വെറുതെ റിലീസ് ചെയ്യുമ്പോൾ നടുക്ക് ഇടുന്നിടത്തുനിന്ന് മേളിലോട്ട് തേർഡ്, പിന്നെ റിലീസ് ചെയ്യുന്നിടത്തുനിന്ന് താഴോട്ട് ഫോർത്ത്, പിന്നെ അവിടുന്ന് റൈറ്റിലോട്ട് പിടിച്ചിട്ട് മേളിലോട്ട് പോവുകയാണെങ്കിൽ ഫിഫ്ത്ത്, പിന്നെ അവിടുന്ന് റൈറ്റിലോട്ട് പിടിച്ചിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ റിവേഴ്സ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത്. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എൻഗേജ് ചെയ്യണമെങ്കിൽ ടുവേർഡ്സ് ലെഫ്റ്റ് പിടിക്കുക, മേളിലോട്ട് തള്ളുക. സോ ഇപ്പോൾ ഫസ്റ്റിൽ എൻഗേജ് ആയി. ഓൾസോ നമ്മൾ ഇപ്പം ബ്രേക്ക് പിടിക്കുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഇപ്പം നമുക്ക് ഗ്രാജുവലി ക്ലച്ച് റിലീസ് ചെയ്യാം. ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എഞ്ചിനിൽ സൗണ്ട് വ്യത്യാസം വരുന്നത് മനസ്സിലാവും. ഓൾസോ RPM ഒക്കെ ചെറുതായിട്ട് മാറുന്നതായിട്ട് മനസ്സിലാവും. സോ ഈ ഒരു ക്ലച്ച് നമ്മൾ ഫുള്ളിൽ നിന്ന് റിലീസ് ചെയ്ത് ചെറിയൊരു പോയിന്റ് എത്തുമ്പോൾ ചെറിയ വൈബ്രേഷനും മൂവ്മെൻറ്റും വരും. ഈ ഒരു പോയിന്റിനെയാണ് ബൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ക്ലച്ചിൻ്റെ ബൈറ്റ് പോയിന്റ്. സോ ഇത് പല വെഹിക്കിൾസിലും പലതാവാൻ ചാൻസ് ഉണ്ട്. ചിലതിന് ക്ലച്ച് തുമ്പത്ത ക്ലച്ച് എന്ന് പറയുന്ന പോലെ ഫുള്ള് റിലീസ് ചെയ്യുമ്പോഴായിരിക്കും വാഹനം മൂവ് ചെയ്യുന്നത്. പെട്രോൾ വെഹിക്കിൾസിലൊക്കെ യൂഷ്വലി ക്ലച്ച് ഫുള്ളായിട്ട് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് വെഹിക്കിൾ മൂവ് ചെയ്യുന്നത്. സോ അടുത്തായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിലിട്ട് എങ്ങനെ നൈസിന് ഒരു ക്രോളിംഗ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലച്ചിൽ കാൽ വെച്ച് ഫസ്റ്റ് ഗിയറിൽ എൻഗേജ് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. സോ ഇപ്പോൾ ചെറിയ അൺഈവൻ ഉള്ളതുകൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യണം. സോ നമുക്കിപ്പോൾ ഗ്രാജുവലി ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ഒരു ബൈറ്റ് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വെഹിക്കിൾ മൂവ് ചെയ്യുന്നത് മനസ്സിലാവും. സോ ഗ്രാജുവലി നമുക്ക് ആ ഒരു ബൈറ്റ് പോയിന്റിൽ നിന്ന് ഫുള്ളി ക്ലച്ച് റിലീസ് ചെയ്ത് നമുക്ക് കാലെടുത്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു റോളിംഗ് സ്പീഡ് ഒരു 5 അല്ലെങ്കിൽ 6 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വെഹിക്കിൾ മൂവ് ചെയ്യുന്നത് അറിയാൻ പറ്റും. ഗ്രാജുവലി നമ്മളിപ്പം ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് RPM കയറും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു 20 കിലോമീറ്റർ സ്പീഡ് എത്തി. സോ ഇനി നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കാം. സോ ഇപ്പം നമ്മൾ റോളിംഗ് സ്പീഡിലെത്തി. പിന്നെയും ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഗ്രാജുവലി ക്ലച്ച് താക്കുക, പയ്യെ ബ്രേക്സ് അപ്ലൈ ചെയ്യുക. സോ നമ്മൾ പിന്നെ സ്റ്റോപ്പായി. സോ നമുക്ക് അടുത്തതായിട്ട് ഒരു 2 ഗിയർ അങ്ങനെ മാറ്റാൻ നോക്കാം. ക്ലച്ച് പ്രസ് ചെയ്യുക ഫുള്ളായിട്ട്, ഫസ്റ്റ് ഗിയറിൽ എൻഗേജ് ചെയ്യുക, ഗ്രാജുവലി ക്ലച്ച് റിലീസ് ചെയ്ത ഒരു ബൈറ്റിംഗ് പോയിന്റ് എത്തുക. ഈ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരുവിധ ബിഗിനറായിട്ടുള്ള എല്ലാവർക്കും പാടായിട്ടുള്ളത്. ആ ബൈറ്റിംഗ് പോയിന്റ് അതേപോലെ ജമ്പ് ചെയ്യുമ്പോഴാണ് എഞ്ചിൻ ഇടിച്ച് ഓഫ് ആവുന്നതൊക്കെ. ക്ലച്ചിന്ന് കാലെടുക്കുമ്പോ സാവധാനെ എടുക്കാൻ പാടുള്ളൂ എന്ന് തന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, എന്നിട്ട് പതുക്കെ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കണം, മനസ്സിലായ? സോ ഇപ്പം നമ്മൾ ക്ലച്ച് ഫുള്ളി റിലീസ് ചെയ്ത് പയ്യെ ത്രോട്ടിൽ കൊടുക്കുകയാണ്. ത്രോട്ടിൽ ഒരു 2000 ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ പിന്നെയും ക്ലച്ച് കൊടുക്കുക, സെക്കൻഡ് ഗിയർ എൻഗേജ് ചെയ്യുക, ക്ലച്ച് റിലീസ് ചെയ്ത് ഫുള്ളായിട്ട് റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അടുത്തായിട്ട് നമുക്കിപ്പോൾ എന്താ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് ഇപ്പോൾ സെക്കൻഡ് ഗിയർ കിടക്കുകയാണ്. എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ക്ലച്ച് ഫുള്ളായിട്ട് എൻഗേജ് ചെയ്യുക, ഗ്രാജുവലി ബ്രേക്ക് കൊടുത്ത് നിർത്തുക. റിവേഴ്സിൽ സെയിം ക്രോൾ സ്പീഡും ബൈറ്റ് പോയിന്റും തന്നെയാണ്. ഇപ്പം റിവേഴ്സ് എൻഗേജ് ചെയ്യേണ്ട ഇങ്ങോട്ടാണ്. സോ തിരിച്ചിങ്ങോട്ട് ക്ലച്ച് ആ ഒരു ബൈറ്റ് പോയിന്റ് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് റിവേഴ്സ് വണ്ടി മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. സോ അടുത്തായിട്ട് നമുക്കൊരു 4 ഗിയർ മാറി നോക്കാം. സോ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എൻഗേജാണ്, ക്ലച്ച് ബൈറ്റ് പോയിന്റിൽ എത്തിച്ചു, റിലീസ് ചെയ്തു, ത്രോട്ടിൽ കൊടുത്തു. സോ നമ്മൾ സെക്കൻഡ് ഗിയറിൽ എൻഗേജ് ആണ്. അഗെയിൻ ക്ലച്ച് സെക്കൻഡ് ഗിയർ, ഗ്രാജുവലി ക്ലച്ച് റിലീസ് ചെയ്യുക, അഗെയിൻ ത്രോട്ടിൽ കൊടുത്തു, അഗെയിൻ ക്ലച്ച് ഇൻ തേർഡ് ഗിയർ, ക്ലച്ച് റിലീസ്,
അപ്പോൾ ഒരു ഫിക്സഡ് ഒരു 2000 RPM പിന്നെയും തേർഡ് ഗിയറിലെത്തിയപ്പോൾ നമുക്ക് അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അഗെയിൻ ക്ലച്ച് ഇൻ ചെയ്യുക, ഫോർത്ത് ഗിയറിലേക്ക് ഇടുക, ഗ്രാജുവലി ക്ലച്ച് റിലീസ് ചെയ്യുക, ഫോർത്ത് ഗിയറിലിട്ട് ത്രോട്ടിൽ കൊടുക്കുക. സെയിം പ്രൊസീജിയർ തന്നെ ഇപ്പം ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത് പിന്നെയും ക്ലച്ച് ഡൗൺ ചെയ്യുക, തേർഡ് ഗിയർ ആക്കുക. ഓക്കെ, ഇപ്പം ഇവിടെ തേർഡ് ഗിയറിൽ എടുക്കാൻ ഒരു സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ക്ലച്ചിൻ സെക്കൻഡ് ഗിയർ ഇടുക, ത്രോട്ടിൽ കൊടുക്കുക. ഓക്കെ, നമുക്ക് യെല്ലോ സിഗ്നൽ ആയതുകൊണ്ട് നിർത്തുന്നു. സോ അടുത്തത് നമുക്ക് എങ്ങനെ സിഗ്നലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എൻഗേജ് ചെയ്യുക, കൗണ്ട് ഡൗൺ നോക്കുക, നമുക്ക് 1 ആകുമ്പോഴത്തേക്ക് എത്തണം, ക്ലച്ച് ഇൻ ചെയ്യുക. ഇവിടെ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല, പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യുക. ഓക്കെ, ക്ലച്ച് ഫുള്ളായിട്ട് റിലീസ് ചെയ്തതിന് ശേഷം ത്രോട്ടിൽ കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് ഗിയർ, വീണ്ടും ക്ലച്ച് റിലീസ്, ത്രോട്ടിൽ, തേർഡ് ഗിയർ, ക്ലച്ച് ഇൻ, ഫോർത്ത് ഗിയർ. സോ ഇതിനനുസരിച്ച് സ്റ്റിയറിങ് നമ്മൾ ആ ഒരു കൺട്രോൾ എത്തിക്കുക, സ്റ്റിയറിങ് എങ്ങോട്ടാ റോഡിനനുസരിച്ച് തിരിക്കാനും മറ്റുമൊക്കെ. സോ അത് ഓൾസോ നമുക്ക് മിറേഴ്സിലെല്ലാം ഒരു കണ്ണ് വേണം, നമ്മുടെ ബാക്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, സൈഡ് മിറേഴ്സ്. പിന്നെ മിറേഴ്സിൽ ഈ സെൻട്രൽ ഇൻറ്റേർണൽ റിയർ വ്യൂ മിററിന് ഒരു ആൻറ്റി ഗ്ലെയർ ഫങ്ഷൻ ഉണ്ട്. സോ അതിനകത്ത് ഈ ഒരു സ്വിച്ച് നമ്മൾ മെയിനിലോട്ടും താഴോട്ടും ആക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിൽ നിന്നുള്ള വെഹിക്കിളിൻ്റെ ഗ്ലെയർ കട്ട് ചെയ്യാൻ പറ്റും. സോ അടുത്തതായിട്ട് നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, വൈപ്പർ, ലിവേഴ്സ് ഒക്കെയാണ് ഈ വരുന്നത്. സോ ടുവേർഡ്സ് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും റൈറ്റിലോട്ട് ഇട്ടാൽ റൈറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററും കത്തും. സോ ഇപ്പോൾ ഇൻഡിക്കേറ്ററിനായിട്ട് ഒരു പച്ച വാർണിംഗ് ലൈറ്റ് ആണ് വരുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഒരു ട്രാഫിക്കുള്ള സിറ്റുവേഷനിൽ എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗ്രാജുവലി ഒരു ക്രോളിംഗ് സ്പീഡുണ്ട്, എന്നാലും ഇപ്പോൾ ഇതൊരു സെക്കൻഡ് ഗിയറിൽ വരേണ്ട ക്രോളിംഗ് സ്പീഡാണ്. ഇതിലും കുറയ്ക്കണം എന്നുണ്ടപ്പോൾ നമ്മൾ പിന്നെ ക്ലച്ച് ഇൻ ചെയ്യുക, ഫസ്റ്റ് ഗിയർ ഇടുക, ഗ്രാജുവലി ക്ലച്ച് റിലീസ് ചെയ്തെടുക്കുക, അഗെയിൻ സെക്കൻഡ് ഗിയർ, കുറച്ച് ഗട്ടർ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും സ്ലോ ചെയ്യുക, അതിനനുസരിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുക, ഫസ്റ്റ് ഗിയർ ഇടുക. നിങ്ങളുടെ സ്പീഡിനനുസരിച്ചായിരിക്കണം ഏത് ഗിയറിൽ പോകണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അതാത് ഗിയറിന് ഇത്ര സ്പീഡെന്നുണ്ട്, ആ ഒരു സ്പീഡിനനുസരിച്ച് വേണം നമുക്ക് അതാത് സ്ലോട്ടിലുള്ള ഗിയേഴ്സിൽ എൻഗേജ് ചെയ്യാനായിട്ട്. സോ ഇപ്പം നമ്മൾ ഒരു 10 കിലോമീറ്റർ സ്പീഡിലാണ്, നമ്മളൊരു 15-ലെത്തുമ്പോഴത്തേക്കും സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ട് കൊടുത്തു, ദെൻ ക്ലച്ച് റിലീസ് ചെയ്തു, ഒരു 30-35 വരെ സെക്കൻഡ് ഗിയറിൽ പോയി, തേർഡിലിട്ടു, തേർഡിലൊരു 40 പോയി, അന്നേരം 40-45 വരെ പോവും. ഓക്കെ, ഫോർത്തിൽ എൻഗേജ് ചെയ്തു. അതിനിപ്പോൾ നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും നിർത്തണം. ഇപ്പോൾ ഫോർത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് മിറേഴ്സൊക്കെ ചെക്ക് ചെയ്ത് ബാക്കിലൊന്നും ആരും ഇല്ലയെന്ന് നോക്കിയിട്ട് ന്യൂട്രലാക്കി വേണമെങ്കിൽ നിർത്താം. ക്ലച്ച് ഫുള്ള് പ്രസ് ചെയ്ത് ന്യൂട്രലാക്കിയിട്ട് ഗ്രാജുവലി ബ്രേക്ക് ചെയ്ത് നിർത്താം. സോ അടുത്തായിട്ട് റോഡിലോട്ട് കയറാം. കയറുന്നതിന് മുമ്പായിട്ട് റൈറ്റ് മിറർ നോക്കി വെഹിക്കിൾസ് ഉണ്ടോ എന്ന് നോക്കുക. ക്ലച്ച് ഗ്രാജുവലി റിലീസ് ചെയ്ത് ബൈറ്റ് പോയിൻ്റ് എത്തി ചെറിയ കയറ്റം കൊണ്ടാണ്ട് ആക്സിലറേറ്റർ അതിനനുസരിച്ച് കൊടുത്ത് കയറുക. സോ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സോ നമുക്ക് കയറ്റത്തിലൊക്കെ നിർത്തുന്നത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇച്ചിരി പാടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ ഒരു പ്രാക്ടീസിലൂടെ ക്ലച്ച് റിലീസ് പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക, ക്ലച്ച് റിലീസ് പോയിൻ്റൊക്കെ ഗ്രാജുവലി കണ്ടുപിടിക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻസിൽ ചോദിക്കുക. ഓൾസോ കയറ്റത്തിലൊക്കെ നിർത്തിയെടുക്കുന്നതും ഒക്കെ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പറഞ്ഞ ക്ലച്ച് റിലീസ് പോയിന്റ് നമ്മൾ കറക്റ്റായിട്ട് ഗിയറിൽ സ്ലോട്ട്സിൽ ഇടുന്നത് നോക്കാതെ തന്നെ കൈ ഓരോ സ്ലോട്ട്സിൽ ഇടുന്നതൊക്കെ ഗ്രാജുവലി നമുക്ക് പറ്റത്തുള്ളൂ. പെട്ടെന്നുള്ളൊരു ഇപ്പം ഞാൻ കാണിച്ച പോലെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടത്തില്ല ഗിയേഴ്സ് മാറ്റാനും അല്ലെങ്കിൽ ക്ലച്ച് റിലീസ് ആ ഒരു പോയിന്റ് കിട്ടാനും. പിന്നെ എല്ലാ ഒരു സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള കാര്യം.
സോ നിങ്ങൾ എത്രത്തോളം ഡ്രൈവ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് പെർഫെക്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. So again, thanks for watching.